ഇനി ഒരാൾ വളർന്നു ആശയപരമായി വലുതായി, വിശ്വാസപരമായി വലുതായി, മാനസികമായി വലുതായി, വൈജ്ഞാനികമായി വലുതായി ഒരാൾ വലുതായി ഉയർന്നാൽ അപ്പോഴും തൗഹീദിന്റെ വിധാനത്തിലൂടെ തന്നെയാണ് ഉയർച്ച. തൗഹീദിന്റെ വിധാനത്തിലൂടെ എത്രയും ഉയരാൻ കഴിയും, എത്രയോ മടങ്ങ് ഉയരാൻ കഴിയും, മേലേ തല എത്താൻ കഴിയും. എന്നാൽ അടിസ്ഥാനപരമായി സ്വർഗപ്രവേശത്തിന് വേണ്ട ശരാശരി തൗഹീദോ, ശരാശരി തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്യത്തിന്റെ അകത്ത് വരും. കാരണം തൗഹീദിനെ പ്രതിഫലിക്കുന്ന വാക്യമായിട്ട് ആദം നബി മുതൽക്ക് മുത്തുനബി വരെ ഒറ്റ വാക്യമല്ലേ ഉള്ളൂ, ഒറ്റ വാക്യം. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കിക്കോളൂ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, ചെറുപ്പക്കാർ വിശേഷം മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. തൗഹീദിന്റെ സമ്പൂർണമായ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത് മുത്തുനബി തങ്ങൾ അള്ളാഹുവിന്റെ റസൂലാകുന്നു എന്ന റിസാലത്തിന്റെ തത്വമാണ്. നബി റസൂലാകുന്നു എന്ന തത്വം. മുസ്ലിം ആകാൻ അതുകൂടി വേണം, അത് ശരിയാണ്. പക്ഷെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് തൗഹീദ് എന്ന ആ മഹത്തായ വിശ്വാസം, ആശയം നമ്മുടെ മനസ്സിലുണ്ടാകാൻ ഏതേ വാക്യം വേണ്ടൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ അശ്ഹദു കൂടണം. പുറത്തുനിന്ന് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരണമെങ്കിൽ അശ്ഹദു എന്ന വാചകം അത് നബി അങ്ങനെ പഠിപ്പിച്ച് ശറഇന്റെ ഒരു നിശ്ചിത പ്രതിജ്ഞാവാചകമായി വെച്ചതുകൊണ്ട് അത് അനിവാര്യമാണ്. എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? അശ്ഹദു എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പറയുന്നത് തന്നെ പ്രഖ്യാപിക്കണം. ഈ പ്രഖ്യാപനമുണ്ടെങ്കിലേ മുസ്ലിം എന്ന് ഔദ്യോഗികമായി അയാൾക്ക് പട്ടം നൽകും. പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ ആശയം. ഞാൻ ഉറച്ചു പ്രഖ്യാപിക്കുന്നു. എന്തു പ്രഖ്യാപിക്കുന്നു? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. ഇന്നും നമ്മളെ കൊണ്ട് ശഹാദത്ത് കലിമയിൽ പറയിക്കുന്നത് ഈ വാചകമല്ലേ? എന്നും ഇതേ പറയിച്ചിട്ടുള്ളൂ. ആദം നബി മുതൽക്കൊക്കെയും അന്നഹു ലാ ഇലാഹ ഇല്ലാ അനാ, ഞാനല്ലാതെ ഇലാഹില്ല എന്ന്. അപ്പൊ തൗഹീദിന്റെ സമ്പൂർണ്ണ വാക്യമായി ആദം നബി മുതൽക്ക് മുത്തുനബി വരേക്കുമുള്ള ജനതതി പഠിച്ച ഈ വാക്കിനപ്പുറം മറ്റേതെങ്കിലും ഒരു വാക്കുകൊണ്ട് ഈ തൗഹീദിനെ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. ഒരു വാക്യത്തിന് പകരം നിൽക്കൂല, വേറൊരു വാക്യത്തിന് പകരം നിൽക്കൂല. നമ്മൾ ബാങ്കിന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പകരം അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? നടക്കില്ല. ഒരാൾ മുസ്ലിം ആകാൻ അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതിയോ? നടക്കില്ല. അശ്ഹദു അല്ലാ മദ്ഉവ ഇല്ലല്ലാഹ്, പ്രാർത്ഥിക്കപ്പെടാൻ അല്ലാഹു അല്ലാതെ പറ്റൂല പറഞ്ഞാൽ മതിയോ? ആലോചിക്കുക. അശ്ഹദു അല്ലാ മദ്ഉവ ഇല്ലല്ലാഹ്, പ്രാർത്ഥിക്കപ്പെടാൻ പറ്റുന്നത് അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. തൗഹീദാകുമോ? ബാങ്കിൽ പറ്റുമോ? നിസ്കാരത്തിന് നമ്മൾ ചിലരുടെ അടുത്ത് പറ്റുമോ? ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അമുസ്ലിമിന് കടന്നു വരുമ്പോൾ ഷഹാദത്ത് കലിമ കൊടുക്കുമ്പോൾ അശ്ഹദു അല്ലാ മദ്ഉവ ഇല്ലല്ലാഹ് പറ്റില്ല, അശ്ഹദു അല്ലാ റബ്ബ ഇല്ലല്ലാഹ് പറ്റില്ല, അശ്ഹദു അല്ലാ ഖാദിയൽ ഹജാത്ത് ഇല്ലല്ലാഹ് എന്ന് പറ്റില്ല, അശ്ഹദു അല്ലാ മഖ്സൂദ ഇല്ലല്ലാഹ് എന്ന് പറ്റില്ല. എന്നാ ഇതൊക്കെ വസ്തുത ശരിയാണ്. അല്ലാഹു അല്ലാതെ റബ്ബില്ല, അല്ലാഹു അല്ലാതെ മഖ്സൂദില്ല, അല്ലാഹു അല്ലാതെ ആവശ്യം നിർവഹിച്ചു വരുന്നവനില്ല, അല്ലാഹു അല്ലാതെ നമുക്ക് ലക്ഷ്യമാക്കപ്പെടാനില്ല, അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് ആശയങ്ങളുണ്ട്. പക്ഷെ ആ ആശയങ്ങളുടെ ഒന്നും പദം തൗഹീദിൽ സമ്പൂർണമല്ല. തൗഹീദാകണമെങ്കിൽ എന്ത് വേണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തന്നെ വേണം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി തൗഹീദിനെ പ്രതിഫലിപ്പിക്കുന്ന സമ്പൂർണ്ണ വാക്യമാണ് എന്ന് മാത്രമല്ല, അത് മാത്രമേ തൗഹീദിന്റെ വാക്യമുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്ന് വരുമ്പോ ഈ വാക്യം കൊണ്ട് തൗഹീദ് പൂർണ്ണമല്ല എന്ന് പറയുന്നത് വിഡ്ഢിത്തമല്ലേ? വിഡ്ഢിത്തമാണ്. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം തിരിയാത്ത പോലെ ആരുമില്ലല്ലോ. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതിന്റെ അർത്ഥം അത് തന്നെയാണ് തൗഹീദിന് വേണ്ട വാക്കും. തൗഹീദിനെ പ്രതിഫലിപ്പിക്കുന്ന ഏക വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ അശ്ഹദു കൂട്ടി പറയണം. ഇസ്ലാം മതത്തിൽ പ്രവേശിക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പോരാ. സ്വർഗനരകം വിശ്വസിക്കണം, പരലോകം വിശ്വസിക്കണം, പരലോകത്തെ വിചാരണ വിശ്വസിക്കണം. ഇതൊക്കെ വേണ്ടതുകൊണ്ട് ഇസ്ലാമിന്റെ മറ്റെല്ലാ നിയമങ്ങളെയും മൊത്തമായി വിശ്വസിക്കാൻ പറ്റുന്ന വിധം മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാന്റെ തിരുദൂതരാകുന്നു. തങ്ങൾ കൊണ്ടുവന്ന് പറഞ്ഞതൊക്കെ ഇസ്ലാമിൽ ഞാൻ അംഗീകരിക്കുന്നു എന്ന് കൂടി പറയണം. ഇത് റിസാലത്താണ്. അപ്പൊ തൗഹീദിന്റെയും റിസാലത്തിന്റെയും പ്രഖ്യാപനം ഉണ്ടായാൽ ഒരാൾ മുസ്ലിമായി. മുസ്ലിമാകാൻ ഇത് മതി. പിന്നെ ഇസ്ലാം എന്ന് പറയുന്നതിൽ 5 നേരത്തെ നിസ്കാരമുണ്ട്, ഒഴിവ് കഴിവില്ലാത്ത ബാധ്യത. റമളാൻ മാസത്തിലെ നോമ്പുണ്ട്, അനിവാര്യമായ ബാധ്യത. ചില നിശ്ചിത മുതലുകൾ നിശ്ചയിക്കപ്പെട്ട സക്കാത്തുണ്ട്, ഫറലാക്കപ്പെട്ട ബാധ്യത. ഹജ്ജുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ ഫറലാക്കപ്പെട്ട ബാധ്യത.
ഈ 4 തൂണുകളുടെ മേൽ പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന സാക്ഷാൽ ഇസ്ലാം എന്നതിന്റെ അടിസ്ഥാനപരമായ അതിന്റെ ശരിയായ നെടും തൂൺ ശരിക്കും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന പ്രഖ്യാപനമാണ്. ഇത് വിശ്വസിച്ചാൽ ഒരാൾ മുസ്ലിമായെന്നും ഇതിന്റെ ആശയം മനസ്സിലുറപ്പിച്ചാൽ ഒരാൾ മുസ്ലിമായെന്നും വന്നാൽ ഇത് വിശ്വസിച്ച ആളുകളെ ഇസ്ലാം ഇല്ലെന്ന് ആരോപിക്കുന്നതോ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് അവരെ കുറിച്ച് ആക്ഷേപിക്കുന്നതോ എത്ര കടുത്ത തെറ്റായി വരും. വലിയ തെറ്റായിട്ടില്ല ഇസ്ലാം കണക്കൂട്ടുന്നത്. ഇത് അംഗീകരിക്കുന്നതിൽ വല്ല കുറവുകളും നമുക്ക് വന്നാൽ, അനിവാര്യമായ ആശയങ്ങളിൽ എന്തെങ്കിലും കുറവ് നമ്മുടെ മനസ്സിൽ വന്നാൽ, അപ്പൊ നമ്മളെ തൗഹീദിന്റെ ആശയത്തിൽ കുറവ് വരും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അത് എത്രയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മ ചുരുങ്ങിയത് മുതൽക്ക് ഏറ്റവും ഉയർന്നത് വരെ നമ്മൾ തൗഹീദിന് മനസ്സിലാക്കണം. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള മഹാന്മാർ ഇതിന്റെ തലങ്ങളെ വിശദീകരിച്ച് തീർക്കാൻ കഴിയില്ല. കാരണം ഏറ്റവും വലിയ അല്ലാഹു തആലാന്റെ അമ്പിയാക്കന്മാർ അവർ തൗഹീദ് തന്നെ ഓർക്കും. ഓരോ തൗഹീദ് നമ്മളെ തൗഹീദ് ഒരുപോലെയാന്ന് പറയാൻ ബുദ്ധിയുള്ളൊരു മനുഷ്യനെ കിട്ടും. അള്ളാന്റെ അമ്പിയാക്കന്മാരെ തൗഹീദ് നമ്മളെ തൗഹീദ് ഒരുപോലെയാണ്. തൗഹീദിൽ നമ്മൾ ഓൽക്കൊണ്ട് തൗഹീദ് നമുക്കൊണ്ട് തൗഹീദ്. അപ്പൊ നമ്മളൊക്കെ മുഹൈദങ്ങളാണ്, ഒരേ മാതിരിയാണ്. പറയാൻ കഴിയുമോ? ഇരിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തൗഹീദും നമ്മളെ തൗഹീദ് ഒരുപോലെയാന്ന് പറയാൻ കഴിയുമോ? ഉമർ എന്നവരെ തൗഹീദും നമ്മുടെ തൗഹീദ് ഒരുപോലെയാണെന്ന് പറയാൻ കഴിയുമോ? അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായി നാം മനസ്സിലാക്കുന്ന പ്രത്യേകക്കാരായ മനുഷ്യരുടെ തൗഹീദും നമ്മളെ തൗഹീദ് ഒരുപോലെയാണെന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. അപ്പൊ തൗഹീദിന്റെ തലങ്ങളിൽ, അതിന്റെ ശക്തിയിൽ, അതിന്റെ മാറ്റിൽ വ്യത്യാസമുണ്ട്. ഏറ്റവും വ്യത്യാസമുണ്ട് ആളുകൾ തമ്മിൽ. നമ്മിൽ തന്നെ ഏറ്റവും നല്ല വിശ്വാസമുള്ള ഒരു സാധാരണക്കാരായ മനുഷ്യൻ, അദ്ദേഹത്തിന് ജോലി ചിലപ്പോൾ കോഴിക്കോട് മാർക്കറ്റിൽ എന്തെങ്കിലും ചുമടെടുക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ റാലി വലിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ വണ്ടി കൊണ്ടുവന്നതായിരിക്കും. യാതൊരു മാറ്റവുമില്ലാതെ അടിസ്ഥാനപരമായി ഇളക്കാത്ത തൗഹീദ് ഉറച്ച വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. വേറൊരു മൊയ്ലിയർ കിതാബ് ഓതിയ ആളാണ്. കിതാബ് ഓതിയത് കൊണ്ട് അയാൾക്ക് ആകെ കുടിഞ്ഞു, ഒസ്വാസ. അയാൾക്ക് ഈ മനുഷ്യന്റെ അത്ര തൗഹീദില്ല. സംഭവിക്കാം, മൊയ്ലിയരാണ് എന്ന് തൗഹീദ് ഏറുണ്ട് എന്ന് വിചാരിക്കണ്ട. സാധാരണക്കാരനാണെന്ന് കരുതി തൗഹീദ് കുറവാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. തൗഹീദിലുള്ള ഉറപ്പും വിശ്വാസവും മാറ്റും കൂടാൻ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കും വിവരം കൂടുതലില്ലാത്ത ആളുകൾക്കും തൗഹീദിൽ ഉന്തിയ മാറ്റുള്ള തൗഹീദ് വരാം. അപ്പൊ ആ തൗഹീദുകളും തൗഹീദിന്റെ ആശയവും ഒരുപോലെയാണ് എല്ലാവരുടേതെന്ന് വിവരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തൗഹീദുമായി ബന്ധപ്പെട്ട് നമ്മൾ ലേശം മനസ്സിലാക്കണം. ബാഹ്യ നിയമത്തിൽ ഒരാൾ മുവഹിദാണ്, മൂമിനാണ്, മുസ്ലിമാണ് എന്ന ഒന്നാ വിശേഷണം. മുസ്ലിം എന്ന് പറഞ്ഞാൽ മുവഹിദ്, മുവഹിദ് എന്ന് പറഞ്ഞാൽ മൂമിൻ. മൂന്നും പറയാൻ പറ്റുമോ? ഒന്നാകില്ല. ആശയത്തിന് വ്യത്യാസമുണ്ട് ഈ സംജ്ഞകൾ തമ്മിൽ. ഈമാന്, ഇസ്ലാം, തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം പറയുമ്പോൾ വേറുണ്ട്. അർത്ഥം പറയുമ്പോൾ ഒന്ന് വേറിടുമെങ്കിലും മുഅ്മിൻ എന്നോ മുസ്ലിം എന്നോ മുവഹിദ് എന്നോ ഒരാളെ പറ്റി ഞാൻ പറയാം. മുവഹിദ് എന്ന് പറയാൻ പറ്റാത്ത ആളെ മുസ്ലിം എന്നും പറയാൻ പറ്റില്ല. മുസ്ലിം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റാത്ത ആളെ മൂമിൻ എന്നും പറയാൻ പറ്റില്ല. മൂമിനും മുസ്ലിമും മുവഹിദും ഒന്നാണ്, ഒരേ ആൾ. ഒരേ ആളെ കുറിച്ചും ഒരേ വിശ്വാസ തലത്തെക്കുറിച്ചും തന്നെയാണ് ഇത് പറയുക. അപ്പൊ ഒരു വ്യക്തിയിലുള്ള ഈമാനും ഒരു വ്യക്തിയിലുള്ള തൗഹീദും ഒരു വ്യക്തിയിലുള്ള ഇസ്ലാമും ഒന്നാണ്. ആശയം പറഞ്ഞു വെക്കുന്നിടത്ത് മാറ്റമുണ്ടെങ്കിലും ഈ ഇസ്ലാമും ഈ തൗഹീദും അടിസ്ഥാനപരമായിട്ട് ഒരാൾക്ക് പുറത്ത് രാഷ്ട്രത്തിൽ അയാൾ മുസ്ലിമാണ് എന്ന് പറയാം. എന്തിനാ മുസ്ലിമാണ് എന്ന് പറയുന്നത്? അയാൾ മരിച്ചാൽ നമുക്ക് മയ്യത്തിസ്കരിക്കണേ. അയാൾ മരിച്ചാൽ മയ്യത്തിസ്കരിക്കണമെങ്കിൽ മുസ്ലിം ആവണ്ടേ? അയാൾ മരിച്ചാൽ നമുക്ക് കുളിപ്പിക്കണം, മുസ്ലിം ആവണ്ടേ? അതേപോലെ തന്നെ അയാൾ മരിച്ചതിന് ശേഷം നമ്മളെ മഖ്ബറിൽ കൊണ്ടുപോയി മറമാടണം, മുസ്ലിം ആവണ്ടേ? അയാൾ മരിച്ചാൽ സ്വത്തോഹരി ചെയ്യുന്നിടത്ത് അയാൾക്ക് മുസ്ലിമീങ്ങളായ ബന്ധുക്കൾക്ക് അയാളുടെ സ്വത്തും കൊടുക്കണം. ഇയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ ബന്ധുക്കൾ മരിച്ചാൽ ഓരോ സ്വത്തും കൊണ്ട് കൊടുക്കണം. ഇതിന് മുസ്ലിമാണ് എന്ന് ആളെ വിധി എഴുതേണ്ടതുണ്ട്. അപ്പൊ ഇസ്ലാമിക സ്റ്റേറ്റിൽ, രാഷ്ട്രത്തിൽ ഒരാൾ മുസ്ലിമാണ് എന്ന് വിധി എഴുതാൻ മനസ്സിന്റെ അകത്ത് തൗഹീദും ഇസ്ലാമും ഇല്ലാത്ത ആൾക്കും വിധി എഴുതാം. കള്ളന്മാര് അങ്ങനെ ഉണ്ടല്ലോ ഒരു കൂട്ടർ. നമ്മളെ കൂട്ടത്തിൽ മുനാഫിഖൂന എന്നാണ് ഇസ്ലാം അതിന് നൽകുന്ന സംഖ്യ. മുനാഫിഖൂന, നിഫാഖ്. നിഫാഖിന്റെ കടുത്ത ഭാഗം അതാണ്. മനസ്സിന്റെ അകത്ത് വിശ്വസിക്കേണ്ട വിശ്വാസം ഇല്ല, പക്ഷെ പറയാൻ അവർക്ക് നാക്കുകൊണ്ട് മുസ്ലിമീങ്ങളൊക്കെ പറഞ്ഞ വാക്ക് പൊഴിഞ്ഞിട്ടുണ്ട്. ഇവരും നമ്മൾ ഇസ്ലാമെന്നും മുസ്ലിം എന്നും മുവഹിദ് എന്നൊക്കെ പറയും പുറത്ത്. അത് രാഷ്ട്രത്തിന്റെ വിധിയിലാണ്. രാഷ്ട്രത്തിന്റെ വിധിയിൽ പറയുന്ന ഈ കൂട്ടക്കാരുടെ മേലിൽ നിസ്കരിക്കണം.
നോക്കി അള്ളാന്റെ റസൂല് സഹാബാക്കളെ കൂട്ടത്തിൽ നടക്കുന്ന ഒരു മനുഷ്യന്റെ മേലിൽ നിസ്കരിക്കാൻ ഒരുങ്ങിയിട്ട് നബി തങ്ങളെ നിസ്കരിക്കാൻ മകൻ വിളിച്ചുകൊണ്ടേ. മകൻ നല്ല സ്വഹാബിയാണ്. ഇദ്ദേഹം വിളിച്ചു കൊണ്ടുപോയപ്പോ ബാപ്പാന്റെ മേലിൽ നിസ്കരിക്കാൻ വേണ്ടി അള്ളാന്റെ റസൂല് ഒരുങ്ങി പുറപ്പെട്ടു. ഉമർ എന്നവർ പറഞ്ഞു, അള്ളാന്റെ റസൂല് അള്ളാന്റെ ശത്രുവാണ് ഇയാളെ മേലിൽ തങ്ങൾ നിസ്കരിക്കാൻ പറ്റില്ല. അയാൾ എന്തൊക്കെയാ പറഞ്ഞത്? അയാൾ എന്തൊക്കെയാ സംസാരിച്ചത്? ആരാണ് ഈ കള്ളെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര ഭാര്യ, അവിടുത്തെ പ്രേയസി ആയിഷ റളിയല്ലാഹു അൻഹായുടെ പേരിൽ പുരാതി പറഞ്ഞുണ്ടാക്കിയതിന്റെ വമ്പൻ അയാളാണ്. ഖുർആനിലെ പറഞ്ഞത് വല്ലദീ തവല്ലാ കിബ്റഹു മിൻഹും ലഹു അദാബുൻ അലീം. കടുത്ത വേദനാജനകമായ നല്ല വേദനയുള്ള ശിക്ഷയുണ്ട് ഈ പുരാതിയുടെ മുച്ചൂടും ഏറ്റെടുത്ത മനുഷ്യന്. അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സലൂൽ എന്ന് പറയുന്ന മനുഷ്യനായിരുന്നു ഇയാളുടെ മകൻ നല്ല വിശ്വാസിയാണ്. അയാൾ ഒരുപാട് വാക്കുകൾ ഖുർആനിൽ ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തുൽ മുനാഫിഖൂനയിൽ ഇയാളുടെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട്. കാണിച്ചു തരാം. മദീനത്ത് ചെല്ലട്ടെ, ആരാ വീര്യപ്പെട്ടവർ എന്ന് കാണിക്കാം. വീര്യപ്പെട്ട ആൾക്കാർ അവിടെ നിന്ദരായ മുഹമ്മദിനെയും കൂട്ടരെയും പുറത്താക്കാം മദീനത്തുനിന്ന് എന്ന് പറഞ്ഞ ആളായാള്. ഇതെല്ലാം കൂടി ഉമറെന്നവരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ മനുഷ്യന്റെ മേലിൽ തങ്ങൾ നിസ്കരിക്കുകയെന്ന് മഹാനായ ഉമറെന്നവർ. പക്ഷേ വിരോധിക്കപ്പെടാത്തയിടത്തോളം ഞാൻ നിസ്കരിക്കും, ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുസ്ലിമാണ്. അപ്പ അള്ളങ്ങ് വിരോധിച്ചു, തങ്ങൾ നിസ്കരിക്കാൻ പാടില്ല. വലാ തഖും അലാ ഖബരിഹി, തങ്ങൾ അയാളുടെ ഖബറിൽ നിന്ന് അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാനും പാടില്ല, തങ്ങൾ അയാളുടെ മേൽ നിസ്കരിക്കാനും പാടില്ല. തങ്ങൾ നിസ്കരിക്കാൻ പാടില്ല എന്നുള്ളൂ. നമ്മൾ നിസ്കരിക്കണം. മുസ്ലിമീങ്ങൾ നിസ്കരിക്കാതിരിക്കാൻ വയ്യ. അള്ളാഹുവിന്റെ റസൂലിന് നിസ്കരിക്കാൻ പാടില്ല. അള്ളാഹിന്റെ റസൂലിന് വിവരം കൊടുക്കും. അപ്പൊ പുറത്ത് അറിയിക്കാൻ വ്യക്തമായി ഓരോരുത്തൻ ഇന്ന പേരും പട്ടികയും പറഞ്ഞ് പുറത്ത് വ്യക്തമാക്കാൻ പറ്റാത്ത വിധം അള്ളാഹുവിന്റെ റസൂലിന് മുനാഫിക്കാണെന്ന് വ്യക്തമാക്കി കൊടുത്തിട്ടുള്ള കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വിവരങ്ങൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സ്വഹാബി വരുന്നുണ്ട്, ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു. പറഞ്ഞ് കഥകൾ വരുന്ന കൂട്ടത്തിൽ നമ്മളത് മനസ്സിലാക്കുന്ന ഒരു കഥയാണത്. ചിലരൊക്കെ വയതിൽ ഉദ്ധരിക്കുന്ന കഥയാണ്, കൊണ്ട് മനസ്സിലാക്കാനാണ് പറയുന്നത്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ. ആ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ എന്നവർക്ക് റസൂലുള്ള നൽകിയ അടയാളപ്രകാരം മുനാഫിക്കീങ്ങളെ എല്ലാവരെയും അറിയാം. ഇന്ന ആളാണ് മുനാഫിക്ക്, ഇന്ന ആളാണ് മുനാഫിക്ക്. ഉള്ളിൽ വിശ്വാസമല്ലാത്ത ആള്. പക്ഷെ അവരാരാ? മുസ്ലിം സൊസൈറ്റിയിൽപ്പെട്ട അംഗങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. പള്ളിയിൽ പ്രവേശനമുണ്ട്, ജുമുഅക്ക് വരുന്നുണ്ട്. അള്ളാന്റെ റസൂല് സംസാരിക്കാൻ നിൽക്കുമ്പോ ദാ എല്ലാവരുടെയും നേതാവ് നബിയാന് സംസാരിക്കാൻ പോകുന്നത് എല്ലാവരും കേൾക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്ന ആളായി അബ്ദുല്ലാഹി ഇബ്നു ഉബൈ. അള്ളാന്റെ റസൂലിന് വേണ്ടിയിട്ട് പ്രസംഗം കേൾക്കാൻ ആമുഖം പറഞ്ഞില്ലേ, മാസറുൽ ചൊല്ലുമ്പോൾ ആ മാസറ ഖത്തീബിന് വിളിക്കണമാര് വിളിച്ചിരുന്ന ആള്. ഇദ്ദേഹത്തിന്റെ മേലിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് അള്ളാഹു തആല ആയത്തിറക്കിയപ്പോൾ ഇയാൾ മുസ്ലിം അല്ല എന്നല്ലേ പറയുന്നത്. പക്ഷെ അയാൾക്ക് ഇസ്ലാം ഉണ്ടെന്നും മുവഹിദാണെന്നും പുറത്തു പറയും. എന്തേ കാരണം? അതാണ് ഇമാം വസ്സാലി പറയുന്നത്. ഒന്നാമത്തത് തൊലിപ്പുറത്ത് മാത്രമുള്ള ഒരു തൗഹീദ് ഉണ്ട്. തൊലി ആയാലും പൊറുക്ക, തൊലിമേൽ തൊലി.